ഇറാനെതിരെ ഇസ്രായേൽ ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്ന മാരകമായ ആക്രമണങ്ങളിൽ ഭയന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ രംഗത്ത് വന്നു. നമുക്കറിയാം, നമ്മുടെ കാശ്മീരിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം തുർക്കി പാകിസ്ഥാനെ സഹായിച്ചിട്ടാണ് പാകിസ്ഥാൻ ഇറങ്ങി തിരിച്ചത്. പാകിസ്ഥാന്റെ ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന സംഘടന പഹൽഗാമിൽ റെസിസ്റ്റന്റ് ഫ്രണ്ട്സിനെ ഉപയോഗിച്ചിട്ട് 29 പേരെ ലിംഗനിർണയം നടത്തി മതം നോക്കി കൊന്നതിന് ശേഷം ആദ്യം ഷഹബാസ് ഷെരീഫ് എത്തിയത് തുർക്കിയിലേക്കായിരുന്നു. എന്തിന്? ഈ ഓപ്പറേഷന്റെ സക്സസിനെ സംബന്ധിക്കുന്ന വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ട 29 പേർ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടത് ചൊല്ലാത്തതിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത്. അവർക്കൊരു അനുശോചനം പോലും അറിയിക്കാതെയാണ് ഷഹബാസ് ഷെരീഫ് എർദോഗാനുമായി തുർക്കിയിൽ അതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചതും ആനന്ദിച്ചതും. ഇപ്പോൾ ഇസ്രായേലിനോട് കളിച്ചതിന്റെ പേരിൽ ഇറാൻ ഇനിയും തീ തിന്നുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി എർദോഗാനാണ് ഇപ്പോൾ വെകിളി പിടിച്ച് ഞെട്ടിത്തരിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പല രാജ്യങ്ങളോടും കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനോട് ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്നാണ് എർദോഗാന്റെ പറച്ചിൽ. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. അതിൽ ഇറാനിലെ നിരവധി പ്രമുഖ സൈനിക കമാൻഡർമാരും അതുപോലെ ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തെ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ അപലപിക്കുകയും അതിനെ പ്രകോപനപരമായ നടപടി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്ന ഇസ്രായേലിന്റെ ഒരു റിക്വസ്റ്റിനെ മറികടന്നുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ തലകളാണ് ഇസ്രായേൽ കൊയ്തെടുത്തത്. ഇനി തുടങ്ങി വച്ച ഓപ്പറേഷൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ മറ്റവർക്കാർക്കും പകർന്നു കൊടുക്കാത്ത ആശയങ്ങളുമായി പോകേണ്ടവര് പോയി. ഇപ്പോ ഈ ആക്രമണത്തെ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ അപലപിക്കുന്നു. ഇസ്രായേലിന്റെ നടപടി പ്രകോപനമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇറാന്റെ നടപടി പ്രകോപനമൊന്നുമല്ലേ, പോയി ചൊറിഞ്ഞു വാങ്ങിക്കുന്നതാ. നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ ശൃംഖലയുടെയും ആക്രമണങ്ങൾ നമ്മുടെ മുഴുവൻ മേഖലയെയും തകർക്കുമെന്നും ലോകത്തെ മുഴുവനും നിന്ന് കത്തിക്കുമെന്നുമാണ് എർദോഗാന്റെ അഭിപ്രായം. അത് അവസാനിപ്പിക്കണം. മേഖലയിലെ സംഭവ വികാസങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എർദോഗാൻ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഇപ്പോൾ തന്റെ മേഖലയിൽ നടക്കുന്ന യുദ്ധത്തെ ഭയപ്പെടുകയാണ്. അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്നും തുർക്കിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ചതും മാരകമായതുമായിട്ടുള്ള സൈനിക ആയുധങ്ങൾ അമേരിക്ക നിർമ്മിക്കുന്നു. ഇസ്രായേലിന് അതിൻ്റെതായിട്ടുള്ള ശേഖരങ്ങൾ എമ്പാടുമുണ്ട്. വരും കാലങ്ങളിൽ ഇതിലും വലുതെന്തെങ്കിലും സംഭവിക്കാം. ഇത് ട്രംപിന്റെ മുന്നറിയിപ്പാണ്. ഇസ്രായേലിനോട് കയറി ചൊറിയരുതേ എന്ന് കുറെ കാലങ്ങളായി ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അധികാരത്തിലേക്ക് കയറിയതിനു ശേഷവും അദ്ദേഹം പറഞ്ഞത് ഹമാസിനോട് യുദ്ധം അവസാനിപ്പിച്ചു, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ്. അങ്ങനെയാണ് വെടിനിർത്തൽ കരാറിന് ഏതാണ്ട് തീരുമാനമായത്. ഇപ്പോൾ ഇറാൻ കയറി ചൊറിഞ്ഞപ്പോൾ ഇസ്രായേൽ മാന്തിപ്പൊളിക്കാൻ നിർബന്ധിതരായതാണ്. വരും വരായികകളെ മുൻകൂട്ടി കണ്ട് ഇനി എന്താണ് തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെന്നും എന്തിനും മടിക്കാത്തവരാണ് ഇസ്രായേൽ എന്നും മനസ്സിലാക്കിയിട്ടാണ് എർദോഗാൻ ഇപ്പോൾ അമേരിക്കയുടെയും മറ്റും കാല് പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് പറയണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോ പശ്ചിമേഷ്യയിലെ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ കൊമ്പ് കോർത്തിട്ടുള്ളത്. ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാൻ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു, ശക്തമായി തിരിച്ചടിച്ച് ഇസ്രായേലും രംഗത്തുണ്ട്. ടെല്ലവീവിലെ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചതെന്ന് നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ജെറുസലേമിൽ വലിയ രൂപത്തിൽ സ്ഫോടനമുണ്ടായി. ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായും നടന്നത്. ഇതിനിടയിൽ മിസൈലും പ്രയോഗിച്ചു. ഇസ്രായേലും ആക്രമണം തുടരുകയാണ്. ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇസ്രായേൽ എപ്പോഴും തന്റെ ജനതയെ സുരക്ഷിതമാക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം കാണിക്കാറ്. ഇറാൻ ആണെങ്കിലോ നേതാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് താല്പര്യം കാണിക്കാറ്. ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ഇതോടെ മധ്യപൂർവ്വദേശം വീണ്ടും കലുഷിതമായി മാറുന്നു. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അറിയിച്ചു. ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ഇറാൻ. എന്നാൽ ഇതെല്ലാം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് മിസൈൽ മഴ വർഷിക്കുകയാണെങ്കിൽ ഇറാനിനും ലഭിക്കാൻ പോകുന്ന തിരിച്ചടി വലുതായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ഇറാൻ മിസൈൽ മഴ തന്നെ ഉണ്ടാക്കി കൊടുത്തു ഇസ്രായേലിന്റെ തലസ്ഥാനത്ത്. അപ്പോൾ തിരിച്ചടിയും അത്രയും രൂക്ഷമായിരിക്കുമെന്ന് തന്നെ ഇസ്രായേലും പറഞ്ഞിട്ടുള്ളൂ, കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. മഹാഭൂരിപക്ഷവും അയൺ ഡോം തകർത്തെങ്കിലും ടെല്ലവീവിൽ വരെ ചിലത് നിലം പതിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ നിരവധി ഇസ്രായേലികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ നോക്കി നിൽക്കാതെ നിമിഷ നേരം കൊണ്ട് ഇസ്രായേലിന്റെ തിരിച്ചടിയും ഉണ്ടായി ഇറാനിലേക്ക്. ഇത് അതിഭീകരമായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനും മുമ്പോട്ട് പോകുന്നു എന്നാണ് പ്രതികരണം വ്യക്തമാക്കുന്നത്. ഇതോടെ ലോകം യുദ്ധ മുനയിലേക്കാണ് പോകുന്നത്. അമേരിക്കയും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പിന്തുണ അറിയിച്ചിരുന്നു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. ഇതിന് ഇറാൻ തയ്യാറുമല്ല. ആണവ കരാറിൽ ഇറാൻ ഉടൻ ഒപ്പിടാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഇറാൻ എല്ലാ പരിധിയും വിട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ടെഹ്റാൻ വിമാനത്താവളം ആക്രമിച്ചെന്നും സൂചനയുണ്ട്. അറബ് രാഷ്ട്ര തലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു. ഇസ്രായേലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയെന്നാണ് സൂചന. ജെറുസലേമിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. നിരവധി പേർ മരിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ ഒരാൾ മരിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആക്രമണം നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയായിരുന്നു വൈകുന്നേരത്തോടുകൂടി ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത്. മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീ പടർത്തി ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം നടന്നു എന്നതാണ് വിലയിരുത്തൽ. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം തുടരുകയാണ് എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോൺ പ്രയോഗിച്ച് ടെലവീവിലും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് വിവരം. ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായി സൂചനയുമുണ്ട്. ഇസ്രായേലിന്റെ പോർവിമാനം വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് ഇസ്രായേലിന്റെ സൈനിക വക്താവ് നിഷേധിച്ചു. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമേനി പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇസ്രായേലിലേക്ക് ഹൂതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇറാൻ പരിധികൾ ലംഘിച്ചു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞു. വീടുകളിൽ തന്നെ കഴിയണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ദേശീയ സുരക്ഷാ സമിതിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയും നടത്തുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ ആണവ യുദ്ധം അമേരിക്ക ഇടപെടണം, ഇന്ത്യ ഇടപെടണം, മറ്റ് ലോകരാജ്യങ്ങൾ ഇടപെടണം എന്നൊക്കെയാണ് തുർക്കി ഇരുന്ന് മൂങ്ങുന്നത്. പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു യുദ്ധ കാഹളം മുഴങ്ങിയതിന്റെ വേദനയിലാണ് മറ്റെല്ലാ രാജ്യങ്ങളും. ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ തിരിച്ചടിച്ചതോടുകൂടി ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായി. നന്ദി.